എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം, 2026 ICC പുരുഷ T20 ലോകകപ്പ് ടൂർണമെൻറ്റിൻ്റെ അംബാസിഡർ ആരാണ്? 2026 ICC പുരുഷ T20 ലോകകപ്പിൻ്റെ ടൂർണമെൻറ്റ് അംബാസിഡർ ആരാണ്? ആൻസർ രോഹിത് ശർമ്മ. രോഹിത് ശർമ്മയാണ് 2026 ICC പുരുഷ T20 ലോകകപ്പിൻ്റെ ടൂർണമെൻറ്റ് അംബാസിഡർ. 2025 നവംബറിൽ വിക്ഷേപണത്തിനൊരുങ്ങിയ സൈനിക ആവശ്യങ്ങൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തതുമായ വാർത്താവിനിമയ ഉപഗ്രഹം ഏതാണ്? 2025 നവംബറിൽ വിക്ഷേപണത്തിനൊരുങ്ങിയ സൈനിക ആവശ്യങ്ങൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത വാർത്താവിനിമയ ഉപഗ്രഹം ഏതാണ്? CMS-03 GSAT 7R. കേരളത്തിലെ ആദ്യത്തെ AI ഇന്നവേഷൻ സെൻറ്റർ നിലവിൽ വരുന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ AI ഇന്നവേഷൻ സെൻറ്റർ നിലവിൽ വരുന്നത് എവിടെയാണ്? ആൻസർ കോഴിക്കോട്. കോഴിക്കോടാണ് കേരളത്തിലെ ആദ്യത്തെ AI ഇന്നവേഷൻ സെൻറ്റർ നിലവിൽ വരുന്നത്. ദേശീയ ഗീതമായ വന്ദേമാതരം രചിച്ചതിൻ്റെ എത്രാം വാർഷികമാണ് 2025 ആഘോഷിക്കുന്നത്? ദേശീയ ഗീതമായ വന്ദേമാതരം രചിച്ചതിൻ്റെ എത്രാം വാർഷികമാണ് 2025 ആഘോഷിക്കുന്നത്? ആൻസർ 150. ദേശീയ ഗീതമായ വന്ദേമാതരം രചിച്ചതിൻ്റെ 150-ാം വാർഷികമാണ് 2025 ആഘോഷിക്കുന്നത്. കൊതുക് വഴി പടരുന്ന ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുന്ന ലോകത്തെ ആദ്യ ഒറ്റ ഡോസ് വാക്സിന് അംഗീകാരം ലഭിച്ച രാജ്യം ഏതാണ്? കൊതുക് വഴി പടരുന്ന ഡെങ്കിപ്പനി പ്രതിരോധിക്കുന്ന ലോകത്തെ ആദ്യ ഒറ്റ ഡോസ് വാക്സിൻ അംഗീകാരം ലഭിച്ച രാജ്യം ഏതാണ്? ആൻസർ ബ്രസീൽ. ബ്രസീലാണ് കൊതുക് വഴി പടരുന്ന ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുന്ന ലോകത്തെ ആദ്യ ഒറ്റ ഡോസ് വാക്സിന് അംഗീകാരം ലഭിച്ച രാജ്യം. ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമായി പ്രഖ്യാപിച്ചത് ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമായി പ്രഖ്യാപിച്ചത് ഏതാണ്? ആൻസർ ഗ്രാൻഡ് ഈജിപ്ഷ്യൻ മ്യൂസിയം. ഗ്രാൻഡ് ഈജിപ്ഷ്യൻ മ്യൂസിയമാണ് ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമായി പ്രഖ്യാപിച്ചത്. കുടുംബശ്രീ മാതൃകയിൽ ഭിന്നശേഷിക്കാർക്കായി സർക്കാർ രൂപീകരിക്കുന്ന സ്വയം സഹായ സംഘം ഏതാണ്? കുടുംബശ്രീ മാതൃകയിൽ ഭിന്നശേഷിക്കാർക്കായി സർക്കാർ രൂപീകരിക്കുന്ന സ്വയം സഹായ സംഘത്തിൻ്റെ പേര് എന്താണ്? ആൻസർ സുശക്തി. സുശക്തിയാണ് കുടുംബശ്രീ മാതൃകയിൽ ഭിന്നശേഷിക്കാർക്കായി സർക്കാർ രൂപീകരിക്കുന്ന സ്വയം സഹായ സംഘം. ആഗോള പട്ടിണി സൂചികയിൽ ഏറ്റവും പട്ടിണിയുള്ള രാജ്യമായി മാറിയത് ഏതാണ്? ആഗോള പട്ടിണി സൂചികയിൽ ഏറ്റവും പട്ടിണിയുള്ള രാജ്യമായി മാറിയത് ഏതാണ്? ആൻസർ സോമാലിയ. സോമാലിയയാണ് ആഗോള പട്ടിണി സൂചികയിൽ ഏറ്റവും പട്ടിണിയുള്ള രാജ്യമായി മാറിയത്. മാലിദ്വീപിൽ ഇന്ത്യൻ സഹായത്തോടെ പണിത വിമാനത്താവളം ഏതാണ്? മാലിദ്വീപിൽ ഇന്ത്യൻ സഹായത്തോടെ പണിത വിമാനത്താവളം ഏതാണ്? ആൻസർ ഹനി മാധു. ഹനി മാധുവാണ് മാലിദ്വീപിൽ ഇന്ത്യൻ സഹായത്തോടെ പണിത വിമാനത്താവളം. 2025 KR ഗൗരിയമ്മ പുരസ്കാരത്തിനർഹയായത് ആരാണ്? 2025 KR ഗൗരിയമ്മ പുരസ്കാരത്തിനർഹയായത് ആരാണ്? ആൻസർ അരുണ റോയ്. അരുണ റോയ് ആണ് 2025 KR ഗൗരിയമ്മ പുരസ്കാരത്തിന് അർഹയായത്. 2025 നവംബറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? 2025 നവംബറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആൻസർ ബീഹാർ. ബീഹാറിലാണ് 2025 നവംബറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നത്. സാമൂഹിക പരിഷ്കർത്താവായ PV രാമസ്വാമി നായ്ക്കറുടെ സ്മാരകത്തിന് ശിലാസ്ഥാപനം നടത്തിയ കേരളത്തിലെ പ്രദേശം ഏതാണ്?
സാമൂഹിക പരിഷ്കർത്താവായ PV രാമസ്വാമി നായ്ക്കരുടെ സ്മാരകത്തിന് ശിലാസ്ഥാപനം നടത്തിയ കേരളത്തിലെ പ്രദേശം ഏതാണ്? ആൻസർ അരൂക്കുറ്റി. ആലപ്പുഴ ജില്ലയിലെ അരൂക്കുറ്റിയിലാണ് സാമൂഹിക പരിഷ്കർത്താവായ PV രാമസ്വാമി നായ്ക്കരുടെ സ്മാരകത്തിന് ശിലാസ്ഥാപനം നടത്തിയ കേരളത്തിലെ പ്രദേശം. ദക്ഷിണ നാവിക കമാൻഡ് മേധാവിയായി നിയമിതനായത് ആരാണ്? ദക്ഷിണ നാവിക കമാൻഡ് മേധാവിയായി നിയമിതനായത് ആരാണ്? ആൻസർ വൈസ് അഡ്മിറൽ സമീർ സക്സേന. വൈസ് അഡ്മിറൽ സമീർ സക്സേനയാണ് ദക്ഷിണ നാവിക കമാൻഡ് മേധാവിയായി നിയമിതനായത്. കേരളത്തെ അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് എന്നാണ്? കേരളത്തെ അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് എന്നാണ്? ആൻസർ 2025 നവംബർ 1. 2025 നവംബർ 1 കേരളത്തെ അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത്. ദേശീയ ക്യാൻസർ ബോധവൽക്കരണ ദിനം എന്നാണ്? ദേശീയ ക്യാൻസർ ബോധവൽക്കരണ ദിനം എന്നാണ്? ആൻസർ നവംബർ 7. നവംബർ 7 ദേശീയ ക്യാൻസർ ബോധവൽക്കരണ ദിനം. 2025 സംസ്ഥാന ശാസ്ത്രോത്സവത്തിന് വേദിയാകുന്ന ജില്ല ഏതാണ്? 2025 സംസ്ഥാന ശാസ്ത്രോത്സവത്തിന് വേദിയാകുന്ന ജില്ല ഏതാണ്? ആൻസർ പാലക്കാട്. പാലക്കാട് ജില്ലയാണ് 2025 സംസ്ഥാന ശാസ്ത്രോത്സവത്തിന് വേദിയാകുന്ന ജില്ല. ലോകത്തെ ആദ്യ രാമായണ വാക്സ് മ്യൂസിയം സ്ഥാപിതമായത് എവിടെയാണ്? ലോകത്തെ ആദ്യ രാമായണ വാക്സ് മ്യൂസിയം സ്ഥാപിതമായത് എവിടെയാണ്? ആൻസർ അയോധ്യ. അയോധ്യയിലാണ് ലോകത്തെ ആദ്യ രാമായണ വാക്സ് മ്യൂസിയം സ്ഥാപിതമായത്. 43ാമത് യുനെസ്കോ ജനറൽ കോൺഫറൻസിൽ യുനെസ്കോയുടെ ക്രിയേറ്റീവ് സിറ്റി ഓഫ് ഗ്യാസ്ട്രോണമി പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ നഗരം ഏതാണ്? 43ാമത് യുനെസ്കോ ജനറൽ കോൺഫറൻസിൽ യുനെസ്കോയുടെ ക്രിയേറ്റീവ് സിറ്റി ഓഫ് ഗ്യാസ്ട്രോണമിയിൽ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ നഗരം ഏതാണ്? ആൻസർ ലക്നൗ. ലക്നൗ ആണ് 43ാമത് യുനെസ്കോ ജനറൽ കോൺഫറൻസിൽ യുനെസ്കോയുടെ ക്രിയേറ്റീവ് സിറ്റി ഓഫ് ഗ്യാസ്ട്രോണമി പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരം. ജാതി കൊണ്ട് വിശ്വാസത്തെ വേലികെട്ടാനാവില്ല എന്ന് പ്രസ്താവിച്ച കോടതി ഏതാണ്? ജാതി കൊണ്ട് വിശ്വാസത്തെ വേലികെട്ടാൻ ആവില്ല എന്ന് പ്രസ്താവിച്ച കോടതി ഏതാണ്? ആൻസർ മദ്രാസ് ഹൈക്കോടതി. മദ്രാസ് ഹൈക്കോടതിയാണ് ജാതി കൊണ്ട് വിശ്വാസത്തെ വേലികെട്ടാനാവില്ല എന്ന് പ്രസ്താവിച്ച കോടതി. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ രണ്ടാമത്തെ റെയിൽ പാലം നിലവിൽ വരുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ രണ്ടാമത്തെ റെയിൽ പാലം നിലവിൽ വരുന്നത് എവിടെയാണ്? ആൻസർ നയാഗഡ്. ഒഡീഷയിലെ നയാഗഡിലാണ് ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ രണ്ടാമത്തെ റെയിൽ പാലം നിലവിൽ വരുന്നത്. കേരള ബാങ്കിൻ്റെ പുതിയ പ്രസിഡന്റായി നിയമിതനായത്? കേരള ബാങ്കിൻ്റെ പുതിയ പ്രസിഡന്റായി നിയമിതനായത് ആരാണ്? ആൻസർ പി മോഹനൻ. പി മോഹനനാണ് കേരള ബാങ്കിൻ്റെ പുതിയ പ്രസിഡന്റായി നിയമിതനായത്. 2026 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരം ഏതാണ്? 2026 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരം ഏതാണ്? ആൻസർ മിയാമി. അമേരിക്കയിലെ മിയാമിയാണ് 2026 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരം. 2025 നവംബറിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ശ്രീരാമ പ്രതിമ പ്രധാനമന്ത്രി അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? 2025 നവംബറിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ശ്രീരാമ പ്രതിമ പ്രധാനമന്ത്രി അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? ആൻസർ ഗോവ. ഗോവയിലാണ്
2025 നവംബറിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ശ്രീരാമ പ്രതിമ പ്രധാനമന്ത്രി അനാച്ഛാദനം ചെയ്തത്? ലോകകപ്പ് ഫുട്ബോളിന് യോഗ്യത നേടുന്ന ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ രാജ്യം ഏതാണ്? ലോകകപ്പ് ഫുട്ബോളിന് യോഗ്യത നേടുന്ന ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ രാജ്യം ഏതാണ്? ആൻസർ കുറാസോ. കുറാസോയാണ് ലോകകപ്പ് ഫുട്ബോളിന് യോഗ്യത നേടുന്ന ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ രാജ്യം. ഐക്യരാഷ്ട്രസഭയുടെ 32ാമത് കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ഐക്യരാഷ്ട്രസഭയുടെ 32ാമത് കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ആൻസർ എത്യോപ്യ. എത്യോപ്യയാണ് ഐക്യരാഷ്ട്രസഭയുടെ 32ാമത് കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി. സാമ്പത്തിക തട്ടിപ്പുകൾ തടയിടാൻ ബാങ്കുകൾ ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്കായി ട്രായ് അവതരിപ്പിച്ച പ്രത്യേക നമ്പർ സീരീസ്. സാമ്പത്തിക തട്ടിപ്പുകൾ തടയാനായി ബാങ്കുകൾ ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്കായി ട്രായ് അവതരിപ്പിച്ച പ്രത്യേക നമ്പർ സീരീസ് ഏതാണ്? ആൻസർ 1600. 1600 ആണ് സാമ്പത്തിക തട്ടിപ്പുകൾ തടയിടാൻ ബാങ്കുകൾ ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്കായി ട്രായ് അവതരിപ്പിച്ച പ്രത്യേക നമ്പർ സീരീസ്.